കേരളം രൂപം കൊണ്ട തീയതി 1956 നവംബർ 1. തലസ്ഥാനം തിരുവനന്തപുരം. വിസ്തൃതി 38,863 ചതുരശ്ര കിലോമീറ്റർ. അത് ചതുരശ്ര മൈലായിട്ട് പറയുമ്പം 15,005 ചതുരശ്ര മൈൽ വരും. ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ വലുപ്പത്തിലെ സ്ഥാനം 21. ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ വലുപ്പത്തിലെ സ്ഥാനം 21. ഇന്ത്യൻ ഭൂവിസ്തൃതിയിൽ കേരളത്തിൻ്റെ ശതമാനം 1.18%. കേരളത്തിന് സമാനമായ ഭൂവിസ്തൃതിയുള്ള രാജ്യമാണ് ഭൂട്ടാൻ. കേരളത്തിന് സമാനമായ ഭൂവിസ്തൃതിയുള്ള രാജ്യം ഭൂട്ടാനാണ്. തീരദേശ ദൈർഘ്യം 580 കിലോമീറ്ററാണ്. 580 കിലോമീറ്ററാണ് തീരദേശ ദൈർഘ്യം. അക്ഷാംശീയ സ്ഥാനം വടക്കൻ അക്ഷാംശം 8 ഡിഗ്രി 17 മിനിറ്റിനും 12 ഡിഗ്രി 47 മിനിറ്റിനും മധ്യേ. രേഖാംശീയ സ്ഥാനം കിഴക്കൻ രേഖാംശം 74 ഡിഗ്രി 27 മിനിറ്റിനും 77 ഡിഗ്രി 37 മിനിറ്റിനും മധ്യേയാണ്. അക്ഷാംശീയ വ്യാപ്തി 4 ഡിഗ്രി. രേഖാംശീയ വ്യാപ്തി 3 ഡിഗ്രി. അയൽ സംസ്ഥാനങ്ങളുടെ എണ്ണം 2. അയൽ സംസ്ഥാനങ്ങൾ തമിഴ്നാടും കർണാടകവുമാണ്. കേരളത്തിനുള്ളിലുള്ള കേന്ദ്രഭരണ പ്രദേശമാണ് പുതുച്ചേരിയുടെ ഭാഗമായ മാഹി. കേരളത്തിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്തെ സംസ്ഥാനമാണ് തമിഴ്നാട്. കേരളത്തിൻ്റെ വടക്ക് ദിക്കിലുള്ള അയൽ സംസ്ഥാനമാണ് കർണാടകം. കേരളത്തിലെ ജില്ലകളുടെ എണ്ണം 14. ഏറ്റവും വലിയ ജില്ല ഇടുക്കി. ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ. ജനസംഖ്യ കൂടിയ ജില്ല മലപ്പുറമാണ്. ജനസംഖ്യ കുറഞ്ഞ ജില്ല വയനാട്. വടക്കേ അറ്റത്തെ ജില്ല കാസർഗോഡ്. തെക്കേ അറ്റത്തെ ജില്ല തിരുവനന്തപുരം. കേരള സംസ്ഥാനം നിലവിൽ വരുമ്പോഴുണ്ടായിരുന്ന ജില്ലകളുടെ എണ്ണം 5. കേരള സംസ്ഥാനം നിലവിൽ വരുമ്പോഴുണ്ടായിരുന്ന ജില്ലകളുടെ എണ്ണം 5. കേരള സംസ്ഥാനം നിലവിൽ വരുമ്പോഴുണ്ടായിരുന്ന ജില്ലകൾ തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശ്ശൂർ, മലബാർ എന്നിവയാണ്. കടൽ തീരമുള്ള ജില്ലകളുടെ എണ്ണം 9. കടൽ തീരമുള്ള ജില്ലകൾ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നിവയാണ്. കടൽ തീരമില്ലാത്ത ജില്ലകളുടെ എണ്ണം 5. കടൽ തീരമില്ലാത്ത ജില്ലകളുടെ എണ്ണം 5. കടൽ തീരമില്ലാത്ത കേരളത്തിലെ ജില്ലകൾ പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം, പാലക്കാട്, വയനാട്. ഏറ്റവും ഒടുവിലായിട്ട് രൂപം കൊണ്ട ജില്ലയാണ് കാസർഗോഡ്. കേരളത്തിലെ 14ാമത്തെ ജില്ല കാസർഗോഡാണ്. കേരളത്തിലെ 13ാമത്തെ ജില്ല പത്തനംതിട്ട. കേരളത്തിലെ 12ാമത്തെ ജില്ല വയനാട്. മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തിയില്ലാത്ത ജില്ലകളുടെ എണ്ണം 3. മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തിയില്ലാത്ത ജില്ലകളാണ് ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട്. ജില്ലകളും സവിശേഷതകളും. ഏറ്റവും കൂടുതൽ റെയിൽവേ സ്റ്റേഷനുകളുള്ള ജില്ല തിരുവനന്തപുരമാണ്. ഏറ്റവും കൂടുതൽ റെയിൽവേ സ്റ്റേഷനുകളുള്ള ജില്ല തിരുവനന്തപുരമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഭക്ഷ്യസുരക്ഷാ ജില്ല കൊല്ലമാണ്. കൊല്ലം. ഇന്ത്യയിലെ ആദ്യത്തെ ഭക്ഷ്യസുരക്ഷാ ജില്ല കൊല്ലം. ഏറ്റവും അധികം ലോഹമണൽ നിക്ഷേപമുള്ള ജില്ല കൊല്ലമാണ്. ഏറ്റവും അധികം ലോഹമണൽ നിക്ഷേപമുള്ള ജില്ല കൊല്ലമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പോളിയോ വിമുക്ത ജില്ല പത്തനംതിട്ടയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പോളിയോ വിമുക്ത ജില്ല പത്തനംതിട്ട. മലകളും കുന്നുകളും ഏറ്റവും കുറഞ്ഞ ജില്ല ആലപ്പുഴയാണ്. മലകളും കുന്നുകളും ഏറ്റവും കുറഞ്ഞ ജില്ല ആലപ്പുഴയാണ്. റിസർവ് വനപ്രദേശം ഏറ്റവും കുറഞ്ഞ ജില്ല ആലപ്പുഴ. റിസർവ് വനപ്രദേശം ഏറ്റവും കുറഞ്ഞ ജില്ല ആലപ്പുഴ. ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികളുള്ള ജില്ല ആലപ്പുഴയാണ്. ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികളുള്ള ജില്ല ആലപ്പുഴ. ഏറ്റവും കൂടുതൽ കുടിൽ വ്യവസായമുള്ള ജില്ല ആലപ്പുഴയാണ്. ഏറ്റവും കൂടുതൽ കുടിൽ വ്യവസായമുള്ളത് ആലപ്പുഴയിലാണ്. സമുദ്രതീരമില്ലാത്തതും മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തിയില്ലാത്തതുമായ ഏക ജില്ല കോട്ടയമാണ്. സമുദ്രതീരമില്ലാത്തതും മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തിയില്ലാത്തതുമായ ഏക ജില്ലയാണ് കോട്ടയം. ഇന്ത്യയിലെ ആദ്യത്തെ പുകയില വിമുക്ത ജില്ല കോട്ടയമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പുകയില വിമുക്ത ജില്ല കോട്ടയം. വനവിസ്തൃതി ഏറ്റവും കൂടിയ ജില്ല ഇടുക്കി. വനവിസ്തൃതി ഏറ്റവും കൂടുതൽ ഇടുക്കിയിലാണ്. ഏറ്റവും അധികം മലകളും കുന്നുകളുമുള്ള ജില്ല ഇടുക്കിയാണ്. ഏറ്റവും അധികം മലകളും കുന്നുകളുമുള്ള ജില്ല ഇടുക്കി.
സുഗന്ധ വ്യഞ്ജനങ്ങളുടെ ഉൽപ്പാദനത്തിൽ ഒന്നാമതുള്ള ജില്ല ഇടുക്കിയാണ്. സുഗന്ധ വ്യഞ്ജനങ്ങളുടെ ഉൽപ്പാദനത്തിൽ ഒന്നാമതുള്ള ജില്ല ഇടുക്കിയാണ്. വ്യവസായവൽക്കരണത്തിൽ ഒന്നാമതുള്ള ജില്ല എറണാകുളമാണ്. വ്യവസായവൽക്കരണത്തിൽ ഒന്നാമതുള്ള ജില്ല എറണാകുളം. കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ ജില്ല എറണാകുളമാണ്. കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ ജില്ല എറണാകുളം. സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യത്തെ ജില്ല എറണാകുളമാണ്. സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യത്തെ ജില്ല എറണാകുളം. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന ജില്ല തൃശ്ശൂരാണ്. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന ജില്ല തൃശ്ശൂർ. ഏറ്റവും അധികം നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല പാലക്കാടാണ്. ഏറ്റവും അധികം നെല്ല് പാലക്കാടാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. കേരളത്തിൽ പരുത്തി കൃഷിയുള്ള ഏക ജില്ല പാലക്കാടാണ്. കേരളത്തിൽ പരുത്തി കൃഷിയുള്ള ഏക ജില്ല പാലക്കാട്. ഇന്ത്യയിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ സാക്ഷരതാ ജില്ല മലപ്പുറം. ഇന്ത്യയിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ സാക്ഷരതാ ജില്ല മലപ്പുറമാണ്. ഏറ്റവും അധികം ഗ്രാമവാസികളുള്ള ജില്ല മലപ്പുറം. ഏറ്റവും അധികം ഗ്രാമവാസികളുള്ള ജില്ല മലപ്പുറം. ആദ്യത്തെ സമ്പൂർണ്ണ പ്ലാസ്റ്റിക് വിമുക്ത ജില്ല കോഴിക്കോടാണ്. ആദ്യത്തെ സമ്പൂർണ്ണ പ്ലാസ്റ്റിക് വിമുക്ത ജില്ല കോഴിക്കോടാണ്. റെയിൽവേ ലൈൻ ഇല്ലാത്ത കേരളത്തിലെ ജില്ലകൾ ഇടുക്കിയും വയനാടുമാണ്. ഇടുക്കി, വയനാട് ജില്ലകളിൽ റെയിൽവേ ലൈൻ ഇല്ല. ഏറ്റവും കുറച്ച് വില്ലേജുകളുള്ള ജില്ല വയനാടാണ്. ഏറ്റവും കുറച്ച് വില്ലേജുകൾ ഉള്ള ജില്ല വയനാടാണ്. രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഏക ജില്ല വയനാടാണ്. രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഏക ജില്ല വയനാടാണ്. കടൽത്തീരം ഏറ്റവും കൂടുതലുള്ള ജില്ല കണ്ണൂർ. കടൽത്തീരം ഏറ്റവും കൂടുതലുള്ള ജില്ല കണ്ണൂരാണ്. കണ്ടൽക്കാടുകൾ ഏറ്റവും കൂടുതലുള്ള ജില്ല കണ്ണൂരാണ്. കണ്ടൽക്കാടുകൾ ഏറ്റവും കൂടുതലുള്ള ജില്ലയും കണ്ണൂരാണ്. ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ജില്ല കണ്ണൂർ. ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ജില്ല കണ്ണൂർ. ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല കാസർഗോഡാണ്. ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്നത് കാസർഗോഡ് ജില്ലയിലൂടെയാണ്. പുകയില ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കാസർഗോഡാണ്. പുകയില ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കാസർഗോഡ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ആകെ എണ്ണം 1200 ആകെ ഗ്രാമപഞ്ചായത്തുകൾ 941. ആകെ ബ്ലോക്ക് പഞ്ചായത്തുകൾ 152. ആകെ നഗരസഭകൾ അതായത് മുനിസിപ്പാലിറ്റികൾ 87. സിറ്റി കോർപ്പറേഷനുകൾ 6. ഏറ്റവും ഒടുവിലായി രൂപം കൊണ്ട സിറ്റി കോർപ്പറേഷനാണ് കണ്ണൂർ. ജില്ലാ പഞ്ചായത്തുകൾ 14. ആകെ താലൂക്കുകൾ 78. ആകെ വില്ലേജുകൾ 1666. ഗ്രൂപ്പ് വില്ലേജുകൾ ഉൾപ്പെടെയാണ് 1666. വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്ത് കുമിളിയാണ്. ഇടുക്കി ജില്ലയിലെ കുമിളി ഗ്രാമപഞ്ചായത്താണ് വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്ത്. വിസ്തീർണം കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് വളപട്ടണമാണ്. കണ്ണൂർ ജില്ലയിലെ വളപട്ടണമാണ് വിസ്തീർണം കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത്. ജനസംഖ്യ കൂടിയ ഗ്രാമപഞ്ചായത്ത് ഒളവണ്ണയാണ്. കോഴിക്കോടുള്ള ഒളവണ്ണയാണ് ജനസംഖ്യ കൂടിയ ഗ്രാമപഞ്ചായത്ത്. ജനസംഖ്യ കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് ഇടമലക്കുടിയാണ്. ഇടുക്കി ജില്ലയിലെ ഇടമലക്കുടിയാണ് ജനസംഖ്യ കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത്. ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല മലപ്പുറമാണ്. ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല മലപ്പുറം. ഏറ്റവും കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തുകളുള്ള ജില്ല തൃശ്ശൂരാണ്. ഏറ്റവും കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തുകളുള്ള ജില്ല തൃശ്ശൂരാണ്. ഏറ്റവും കൂടുതൽ നഗരസഭകളുള്ള ജില്ല എറണാകുളമാണ്. ഏറ്റവും കൂടുതൽ നഗരസഭകളുള്ള ജില്ല എറണാകുളം. ഏറ്റവും കൂടുതൽ വാർഡുകളുള്ള സിറ്റി കോർപ്പറേഷൻ തിരുവനന്തപുരമാണ്. ഏറ്റവും കൂടുതൽ വാർഡുകളുള്ള സിറ്റി കോർപ്പറേഷൻ തിരുവനന്തപുരമാണ്. ഏറ്റവും കുറച്ച് ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല വയനാടാണ്. ഏറ്റവും കുറച്ച് ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല വയനാട്. ഏറ്റവും കുറച്ച് ബ്ലോക്ക് പഞ്ചായത്തുകളുള്ള ജില്ലയും വയനാടാണ്. ഏറ്റവും കുറച്ച് ബ്ലോക്ക് പഞ്ചായത്തുകളുള്ള ജില്ലയും വയനാടാണ്. ഏറ്റവും കുറച്ച് നഗരസഭകളുള്ള ജില്ല ഇടുക്കിയാണ്. ഏറ്റവും കുറച്ച് നഗരസഭകളുള്ള ജില്ല ഇടുക്കിയാണ്. കേരളത്തിൻ്റെ ഔദ്യോഗിക ചിഹ്നങ്ങളാണ്. ഔദ്യോഗിക മൃഗം ആന. കേരളത്തിന് പുറമെ ആന ഔദ്യോഗിക മൃഗമായ മറ്റ് സംസ്ഥാനങ്ങളാണ് കർണാടകവും ജാർഖണ്ഡും. ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിലെ കേരളത്തിന് പുറമെ ആന ഔദ്യോഗിക മൃഗമായിട്ട് ഉണ്ട്. ഔദ്യോഗിക പക്ഷി മലമുഴക്കി വേഴാമ്പലാണ്. ഔദ്യോഗിക പുഷ്പം കണിക്കൊന്നയാണ്. ഔദ്യോഗിക വൃക്ഷം തെങ്ങാണ്. ഔദ്യോഗിക മത്സ്യം കരിമീനാണ്. ഔദ്യോഗിക ഫലം ചക്ക. ഔദ്യോഗിക ശലഭം ബുദ്ധമയൂരി.
2011 സെൻസസ് പ്രകാരം കേരളത്തിലെ ജനസംഖ്യാ വിവരങ്ങളാണ്. കേരളത്തിലെ ആകെ ജനസംഖ്യ 3,34,06,061 ഇന്ത്യൻ ജനസംഖ്യയിൽ കേരള ജനസംഖ്യാ ശതമാനം 2.76%. ഇന്ത്യൻ ജനസംഖ്യയിൽ കേരള ജനസംഖ്യാ ശതമാനം 2.76%. ആകെ പുരുഷന്മാർ 1.6 കോടി. ആകെ സ്ത്രീകൾ 1.74 കോടി. ആകെ ജനസംഖ്യയിൽ സ്ത്രീകളുടെ ശതമാനം 52%. ആകെ ജനസംഖ്യയിൽ സ്ത്രീകളുടെ ശതമാനം 52%. ആകെ ജനസംഖ്യയിൽ പുരുഷന്മാരുടെ ശതമാനം 48%. ഗ്രാമീണ ജനത 1,74,71,135 നഗര ജനത 1,59,34,926 കേരളത്തിലെ ജനസംഖ്യ വളർച്ചാ നിരക്ക് 4.91%. സ്ത്രീ പുരുഷ അനുപാതം 1084/1000, അതായത് 1084 സ്ത്രീകൾക്ക് 1000 പുരുഷന്മാർ എന്ന രീതിയിലാണ് സ്ത്രീ പുരുഷ അനുപാതം. ജനസാന്ദ്രത ചതുരശ്ര കിലോമീറ്ററിന് 860 പേര് എന്ന രീതിയിലാണ്. ചതുരശ്ര കിലോമീറ്ററിന് 860 എന്ന രീതിയിലാണ് ജനസാന്ദ്രത. സാക്ഷരതാ നിരക്ക് 93.91%. പുരുഷന്മാരിലെ സാക്ഷരതാ നിരക്ക് 96.02%. സ്ത്രീകളിലെ സാക്ഷരതാ നിരക്ക് 91.98%. സാക്ഷരതാ നിരക്ക് കൂടിയ ജില്ല കോട്ടയമാണ്. സാക്ഷരതാ നിരക്ക് കൂടിയ ജില്ല കോട്ടയം. സാക്ഷരതാ നിരക്ക് കുറഞ്ഞ ജില്ല വയനാട്. ഏറ്റവും ഉയർന്ന സ്ത്രീ പുരുഷ അനുപാതമുള്ള ജില്ല കണ്ണൂരാണ്. ഏറ്റവും ഉയർന്ന സ്ത്രീ പുരുഷ അനുപാതമുള്ള ജില്ല കണ്ണൂരാണ്. ഏറ്റവും കുറവ് സ്ത്രീ പുരുഷ അനുപാതമുള്ള ജില്ല ഇടുക്കിയാണ്. 6 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളിലെ ആൺ പെൺ അനുപാതം 964. ജനസാന്ദ്രത കൂടിയ ജില്ല തിരുവനന്തപുരം. ജനസാന്ദ്രത കുറഞ്ഞ ജില്ല ഇടുക്കി. ശരാശരി ആയുർദൈർഘ്യം 71 വർഷമാണ്. 71 വർഷം വരെ ജീവിക്കുന്നതാണ് ശരാശരി കണക്ക് പറയുന്നത്. അടിസ്ഥാന രാഷ്ട്രീയ വിവരങ്ങൾ. കേരളത്തിൽ നിന്നുള്ള ആകെ പാർലമെന്റ് അംഗങ്ങൾ 29 ലോകസഭാ മണ്ഡലങ്ങളുടെ എണ്ണം 20 രാജ്യസഭാംഗങ്ങൾ 9 ലോകസഭയിലെ കേരളത്തിലെ സംവരണ മണ്ഡലങ്ങളുടെ എണ്ണം 2 ലോകസഭയിലെ കേരളത്തിലെ സംവരണ മണ്ഡലങ്ങളാണ് മാവേലിക്കര, ആലത്തൂർ. കേരളത്തിലെ ആകെ നിയമസഭാ മണ്ഡലങ്ങൾ 140 ഏറ്റവും കൂടുതൽ നിയമസഭാ മണ്ഡലങ്ങളുള്ള ജില്ല മലപ്പുറമാണ്. ഏറ്റവും കുറച്ച് നിയമസഭാ മണ്ഡലങ്ങളുള്ള ജില്ല വയനാടാണ്. നിയമസഭയിലെ ആകെ സംവരണ മണ്ഡലങ്ങൾ 16. കേരള നിയമസഭയിലെ പട്ടികജാതി സംവരണ മണ്ഡലങ്ങൾ 14. കേരളത്തിലെ പട്ടികവർഗ സംവരണ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം 2. കേരളത്തിലെ പട്ടികവർഗ സംവരണ നിയമസഭാ മണ്ഡലങ്ങളാണ് മാനന്തവാടിയും സുൽത്താൻ ബത്തേരിയും. ഭൂപ്രകൃതി. സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള കേരളത്തിൻ്റെ 3 ഭൂപ്രകൃതി വിഭാഗങ്ങളാണ് മലനാട്, ഇടനാട്, തീരപ്രദേശം. സമുദ്രനിരപ്പിൽ നിന്ന് 75 മീറ്ററിലധികം, അതായത് 250 അടിയിലധികം ഉയരമുള്ള ഭൂപ്രദേശമാണ് മലനാട്. സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള ഭൂപ്രദേശമാണ് ഇടനാട്, അതായത് 25 അടി മുതൽ 250 അടി വരെ. സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ വരെ, അതായത് 25 അടി വരെ ഉയരമുള്ള ഭൂപ്രദേശമാണ് തീരപ്രദേശം. ഏറ്റവും അധികം വിസ്തൃതിയുള്ള ഭൂഭാഗമാണ് മലനാട്. ഏറ്റവും അധികം വിസ്തൃതിയുള്ളത് മലനാടാണ്. മലനാടിൻ്റെ വിസ്തീർണം 18,653 ചതുരശ്ര കിലോമീറ്ററാണ്. മലനാടിൻ്റെ വിസ്തീർണം 18,653 ചതുരശ്ര കിലോമീറ്ററാണ്. കേരളത്തിൻ്റെ ഭൂവിസ്തൃതിയിൽ മലനാടിൻ്റെ ശതമാനം 48%. മലനാട്. ഇടനാടിൻ്റെ ആകെ വിസ്തൃതി 16,230.5 ചതുരശ്ര കിലോമീറ്ററാണ്.
ഇടനാടിൻ്റെ ആകെ വിസ്തൃതിയാണ് 16,230.5 ചതുരശ്ര കിലോമീറ്റർ. കേരളത്തിൻ്റെ ഭൂവിസ്തൃതിയിൽ ഇടനാടിൻ്റെ ശതമാനം 41.76%. തീരപ്രദേശത്തിൻ്റെ ആകെ വിസ്തൃതി 3,979 ചതുരശ്ര കിലോമീറ്ററാണ്. കേരളത്തിൻ്റെ വിസ്തൃതിയിൽ തീരദേശത്തിൻ്റെ ശതമാനം 10.24%. കേരളത്തിലെ പ്രധാന മലനിരയാണ് പശ്ചിമഘട്ടം. കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് ആനമുടി. അത് 2,695 മീറ്റർ അഥവാ 8,842 അടി ഉയരമുണ്ട്. കേരളത്തിലെ ഏറ്റവും പ്രധാന മഴക്കാലമാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. ഇടവപ്പാതി, കാലവർഷം എന്നീ പേരുകളിലും അറിയപ്പെടുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂണാണ്. കേരളത്തിലെ രണ്ടാമത്തെ പ്രധാന മഴക്കാലമാണ് വടക്ക് കിഴക്കൻ മൺസൂൺ അഥവാ തുലാവർഷം. നദികൾ. കേരളത്തിലെ ആകെ നദികൾ 44. പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികൾ 41. കിഴക്കോട്ടൊഴുകുന്ന നദികൾ 3. കിഴക്കോട്ടൊഴുകുന്ന കേരളത്തിലെ നദികളാണ് കബനി, ഭവാനി, പാമ്പാർ. കേരളത്തിലെ ഏറ്റവും വലുതും നീളം കൂടിയതുമായ നദി പെരിയാർ. പെരിയാർ കേരളത്തിലൂടെ ഒഴുകുന്ന ദൂരം 244 കിലോമീറ്ററാണ്. പെരിയാർ 244 കിലോമീറ്ററാണ് കേരളത്തിലൂടെ ഒഴുകുന്നത്. കേരളത്തിലെ രണ്ടാമത്തെ നീളം കൂടിയ നദിയാണ് ഭാരതപ്പുഴ. കേരളത്തിലെ രണ്ടാമത്തെ നീളം കൂടിയ നദി ഭാരതപ്പുഴ. ഭാരതപ്പുഴ കേരളത്തിലൂടെ ഒഴുകുന്ന ദൂരം 209 കിലോമീറ്ററാണ്. ഭാരതപ്പുഴ 209 കിലോമീറ്ററാണ് കേരളത്തിലൂടെ ഒഴുകുന്നത്. കേരളത്തിലെ നീളം കൂടിയ മൂന്നാമത്തെ വലിയ നദിയാണ് പമ്പ. കേരളത്തിലെ നീളം കൂടിയ മൂന്നാമത്തെ വലിയ നദിയാണ് പമ്പ. കേരളത്തിലെ ഏറ്റവും ജലസമൃദ്ധമായ നദിയാണ് പെരിയാർ. കേരളത്തിലെ ഏറ്റവും ജലസമൃദ്ധമായ നദി പെരിയാർ. ആലുവയിലൂടെ ഒഴുകുന്ന നദിയാണ് പെരിയാർ. കേരളത്തിലെ നൈൽ എന്നറിയപ്പെടുന്ന നദി ഭാരതപ്പുഴ. നിള എന്നും അറിയപ്പെടുന്ന നദിയാണ് ഭാരതപ്പുഴ. പ്രാചീന കാലത്ത് ചൂർണി എന്നറിയപ്പെട്ട നദി പെരിയാറാണ്. പെരിയാർ. പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദിയാണ് ഭാരതപ്പുഴ. പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെട്ട നദി പമ്പയാണ്. ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്ന നദി പമ്പയാണ്. മരാമൺ കൺവെൻഷന്റെ വേദിയായ നദീതീരമാണ് പമ്പ. ബേപ്പൂർ പുഴ എന്നും അറിയപ്പെടുന്നത് ചാലിയാറാണ്. സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള നദീതീരമാണ് ചാലിയാർ. ആതിരപ്പള്ളി, വാഴച്ചാൽ വെള്ളച്ചാട്ടങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദി ചാലക്കുടി പുഴയാണ്. കേരളത്തിൻ്റെ തെക്കേ അറ്റത്തെ നദിയാണ് നെയ്യാർ. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തെ നദിയാണ് മഞ്ചേശ്വരം പുഴ. കർണാടകത്തിലേക്ക് ഒഴുകുന്ന കേരളത്തിലെ നദിയാണ് കബനി. കുറുവാദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദി കബനിയാണ്. ഏറ്റവും കൂടുതൽ ജില്ലകളിലൂടെ ഒഴുകുന്ന നദിയാണ് മൂവാറ്റുപുഴയാറ്. അണക്കെട്ടുകൾ. കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടാണ് ഇടുക്കി. കുറവൻ, കുറുത്തി മലനിരകൾക്കിടയിലെ അണക്കെട്ടാണ് ഇടുക്കി അണക്കെട്ട്. ഇടുക്കി അണക്കെട്ടിൻ്റെ സ്ഥാപിത വൈദ്യുതോൽപാദന ശേഷി 780 മെഗാവാട്ടാണ്. ഇടുക്കി അണക്കെട്ടിൻ്റെ നിർമ്മാണത്തിൽ സഹകരിച്ച രാജ്യമാണ് കാനഡ. 1976 ഫെബ്രുവരിയിൽ ഇടുക്കി പദ്ധതി ഉദ്ഘാടനം ചെയ്തത് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. ഇടുക്കി അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്ന നദി പെരിയാറാണ്. കേരളത്തിൻ്റെ തെക്കേ അറ്റത്തെ അണക്കെട്ടാണ് നെയ്യാർ അണക്കെട്ട്. പേപ്പാറ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം നഗരത്തിൻ്റെ ജലസേചനാർത്ഥമുള്ള അരുവിക്കര ഡാം സ്ഥിതി ചെയ്യുന്ന നദി കരമനയാറാണ്. തെന്മല അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലം. തെന്മല അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്ന നദി കല്ലടയാറാണ്. കക്കി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന ജില്ല പത്തനംതിട്ട. ആനയിറങ്കൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഇടുക്കിയിലാണ്. തേക്കടി തടാകത്തിന് രൂപം നൽകുന്ന അണക്കെട്ടാണ് മുല്ലപ്പെരിയാർ. തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ നഗരത്തിൽ കുടിവെള്ളം എത്തിക്കുന്ന കേരളത്തിലെ അണക്കെട്ടാണ് ശിരുവാണി അണക്കെട്ട്. ഭൂതത്താൻ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദിയാണ് പെരിയാർ. ബാണാസുര സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാടാണ്. കായലുകൾ. കേരളത്തിലെ ആകെ കായലുകൾ 34. കടലുമായി ബന്ധമുള്ള കായലുകൾ 27. ഉൾനാടൻ ജലാശയങ്ങളുടെ എണ്ണം 7. കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് വേമ്പനാട്ട് കായൽ. വേമ്പനാട്ട് കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ലകളാണ് കോട്ടയം, ആലപ്പുഴ, എറണാകുളം.
പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന കായലാണ് വേമ്പനാട്ട് കായൽ. പമ്പ നദി പതിക്കുന്ന കായലാണ് വേമ്പനാട്ട് കായൽ. കേരളത്തിലെ രണ്ടാമത്തെ വലിയ കായലാണ് അഷ്ടമുടി കായൽ. അഷ്ടമുടി കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലമാണ്. കൊല്ലം. മൺട്രോ തുരുത്ത് ദ്വീപ് സ്ഥിതി ചെയ്യുന്ന കായലാണ് അഷ്ടമുടി കായൽ. ഇപ്പം മൺട്രോ തുരുത്ത് എന്ന് പറയുന്ന ആ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് അഷ്ടമുടി കായലിലാണ്. നീണ്ടകരയിൽ അറബിക്കടലുമായി ചേരുന്ന കായലാണ് അഷ്ടമുടി കായൽ. നീണ്ടകരയിൽ അറബിക്കടലുമായി ചേരുന്ന കായലാണ് അഷ്ടമുടി കായൽ. കല്ലടയാറിൻ്റെ പതനസ്ഥാനം അഷ്ടമുടി കായലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട കായൽ. ശാസ്താംകോട്ട കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലമാണ്. കൊല്ലം. ശുദ്ധജല തടാകമായ വെള്ളായണി കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരമാണ്. കേരളത്തിൽ ഏറ്റവും ഉയരത്തിലുള്ള തടാകമാണ് പൂക്കോട് തടാകം. ശുദ്ധജല തടാകമായ പൂക്കോട് സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാടാണ്. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന വേമ്പനാട്ട് കായലിൻ്റെ ഭാഗമാണ് പുന്നമട കായൽ. തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിരിക്കുന്ന കായൽ വേമ്പനാട്ട് കായലാണ്. കാർത്തികപ്പള്ളി മുതൽ പന്മന വരെ വ്യാപിച്ചിരിക്കുന്ന കായലാണ് കായംകുളം കായൽ. വന്യജീവി സങ്കേതങ്ങൾ. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനമാണ് ഇരവികുളം. ഇരവികുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കിയാണ്. ഇരവികുളം ദേശീയോദ്യാനത്തിൽ പ്രത്യേകമായി സംരക്ഷിക്കപ്പെടുന്ന ജീവിയാണ് വരയാട്. കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ ആനമുടി സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് ഇരവികുളം. പ്രാദേശികമായി സൈലന്ത്രി വനം എന്ന പേരിൽ അറിയപ്പെടുന്ന ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാടാണ്. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴയാണ് കുന്തിപ്പുഴ. ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ജില്ലയാണ് ഇടുക്കി. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് പാമ്പാടും ചോല. പറമ്പിക്കുളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാടാണ്. ഒരു മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് ചെന്തുരുണി വന്യജീവി സങ്കേതം. ചെന്തുരുണി വന്യജീവി സങ്കേതമുള്ള ജില്ല കൊല്ലമാണ്. മഴനിഴൽ പ്രദേശത്തുള്ള കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് ചിന്നാർ. ചിന്നാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കിയാണ്. നക്ഷത്ര ആമകൾക്ക് പ്രസിദ്ധമായ വന്യജീവി സങ്കേതമാണ് ചിന്നാർ. ചിമ്മിണി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല തൃശ്ശൂരാണ്. കേരളത്തിൻ്റെ വടക്കേയറ്റത്തെ വന്യജീവി സങ്കേതമാണ് ആറളം. കേരളത്തിൻ്റെ തെക്കേയറ്റത്തെ വന്യജീവി സങ്കേതമാണ് നെയ്യാർ. അരിപ്പ വനപ്രദേശം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് തിരുവനന്തപുരം. മലബാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോട്. കൊട്ടിയൂർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല കണ്ണൂർ. കേരളത്തിൽ ഏറ്റവും ഒടുവിലായി രൂപം കൊണ്ട വന്യജീവി സങ്കേതമാണ് കരിമ്പുഴ. 2020 ജൂലൈയിൽ രൂപം കൊണ്ട കരിമ്പുഴ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല മലപ്പുറമാണ്. മലപ്പുറം. ഡോക്ടർ സലിം അലി പക്ഷിസങ്കേതം എന്നും അറിയപ്പെടുന്നത് തട്ടേക്കാട് പക്ഷിസങ്കേതമാണ്. തട്ടേക്കാട് പക്ഷിസങ്കേതത്തിൻ്റെ വേറൊരു പേരാണ് ഡോക്ടർ സലിം അലി പക്ഷിസങ്കേതം. തട്ടേക്കാട് പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല എറണാകുളമാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ സംരക്ഷിത പ്രദേശമാണ് മംഗളവനം പക്ഷിസങ്കേതം. കേരളത്തിലെ ഏക മയിൽ സംരക്ഷണ കേന്ദ്രമാണ് ചൂലന്നൂർ. മുണ്ടേരിക്കടവ് പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല കണ്ണൂരാണ്. കേരളത്തിൽ ഒരു പ്രത്യേക ചെടിയുടെ സംരക്ഷണത്തിനായി നിലവിൽ വന്ന സങ്കേതമാണ് കുറിഞ്ഞിമല സംരക്ഷണ കേന്ദ്രം. വേമ്പനാട് പക്ഷിസങ്കേതം എന്നും അറിയപ്പെടുന്നത് കുമരകമാണ്. കുമരകം പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല കോട്ടയമാണ്. താങ്ക് യു.